ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ കായലുള്ളവരുടെ എല്ലാ മീനും പിടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മീൻ മാത്രമായിട്ടല്ല, ഇതിനെപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ഫിഷിനും ഇവിടെ നിന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറേ മീനെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. നമ്മൾ ഇടുന്നത് ഇത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ നമ്മളെല്ലാ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളും ഓടിയിടുന്നുണ്ട്. സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുക. ഇത് നമ്മൾ വെള്ളം എടുത്ത സ്ഥലം കേട്ടോ. ഇവിടെ എല്ലാം ഇടുന്നത്. ഇവിടെ കുറച്ച് പോകും, അവിടെ ഇവിടേക്ക് നമ്മൾ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ സ്പോട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്പോട്ടും നമുക്ക് അറിയാം. ആൻഡ് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. നോക്കടാ, ഡീപ്പ് പോകണ്ടോ? അടുത്ത ഒറ്റടിച്ചെന്ന് വേണ്ട. അതിനാണ് പള്ളിപ്പൂമീനല്ലേ അല്ലേ? പൂമീനാണ് പോയാ വിട്ട്. ആ ഇല്ലല്ലോ, ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ ഗൈസ് മീനടിച്ചിട്ടുണ്ട്. നേരെ ഇങ്ങോട്ടാട്ടോ ഓടിയാണ്. വള്ളിപ്പൂമീൻ ആ സൈസിലടാ, ചാടി കണ്ടില്ലേ? ഓവർ വലുതൊന്നുമില്ല. ഇവിടെ ഉണ്ട് സാധനം. കമോൺ ബോയ്. അല്ലടാ, ബാരക്കോടടാ. എൻ്റെ അമ്മേ, ഇവിടെ പൊളി ബാരക്കോടൊക്കെ. ഇവിടെ പിശുക്ക് സാധനം. കമോൺ ബോയ്. ബാരക്കോട. അങ്ങനെ ആദ്യമായിട്ട് അതിനെയും കിട്ടി. അയ്യോ, അനങ്ങല്ലേ. ഓക്കെ കേസ്, നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു ബാരക്കോട അടിച്ചിട്ടോ. എനിക്ക് കിട്ടില്ല സാധനം. ഞങ്ങൾ എന്താ മറ്റേ ആദ്യം അടിച്ച ആ വള്ളിപ്പൂവിനാന്ന് പറഞ്ഞിരിക്കരുത്. കാരണം ഇപ്പം നീട്ടമൊക്കെ ഉള്ള കാരണം അത് ഓർത്ത പരിശോധിച്ചു. ഇവിടെ എന്തെപ്പോഴും സാധനത്തിൻ്റെ സംഭവം മനസ്സിലായത്. ഈ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. വീഡിയോ അത് കറക്റ്റ് വ്യൂ ആണെന്ന് അറിയാൻ പാടില്ല. ഒരു സൈഡിലൊരു സ്ട്രിപ്പ് പോലത്തെ മാർക്കിംഗ് ഉണ്ട്. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ബാരക്കോട്ടയാണ്. ഇത് പല്ലൊക്കെ ഇരിക്കണമെന്ന് എനിക്ക് ചിന്ത പൊന്നെ. കടിച്ചത്രയും ഭാഗം എൻ്റെ വായിക്കാത്തതാണ്. ഇത് ഏപ്പെക്സ് പ്രെഡേറ്ററാണ് കേട്ടോ. ഈ സൈസിലുള്ള ലൂറിനെ ഓടിച്ചിട്ട് അടിച്ച് പൊളിയാണ്. അടിച്ചപ്പോൾ തന്നെ ചാടി വെറുതെ മേഡ് സാധനമാണ് സാധനം. ബുക്കുന്ന വ്യൂ ഒക്കെ നോക്കി. കറക്റ്റ് ഒരു കോല് ഷേപ്പ്, ഗാറിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ് സാധനത്തിന്. ഇവിടെ ഇത് എങ്ങനെ അടിച്ചിട്ടില്ല ഇതിന് മുമ്പൊന്നും. ഇത് ആക്ച്വലി കടലിലെ മീനാണ്. അറിയാം, മോക്സ്ലി കായലിലെ എല്ലാ മീനും കടലിലും ഉണ്ടാവും. എങ്കിലും ഇത് പൊതുവേ കൂടുതലും കടലിലാണ്. ഇതൊന്നും അല്ല, ഇതിൽ നമ്മുടെ സൈസൊക്കെ എൻ്റെ സൈസിലും വലുതാവും ഇത്. ഇവിടെ ഇത്ര ചെറുതൊക്കെ കയറി വരത്തുള്ളൂ. എന്താണെന്നറിയില്ല, കായലിലേക്ക് വലിയ മീനൊന്നും കയറി വരികയില്ല. അങ്ങനെ കയറി നമുക്ക് പിടിച്ച് വെറുതെ പൊളിക്കായിരുന്നു. ഇത് നമുക്ക് ഇനി എറിഞ്ഞു നോക്കാം. ഇനി മീൻ അടിക്കുമായിരിക്കും. കട്ട് ചെയ്യല്. ഈ ക്ലോസപ്പ് ഒക്കെ എടുത്തു. അതിൻ്റെ അകത്തുള്ള ബ്ലറാണല്ലേ, ഫോക്കസ് ഔട്ടാണല്ലേ. കട്ട് ചെയ്തു. ഫിഷ് ഓൺ. ഇതൊന്നും പറ്റല്ലേ, നല്ല മുഴുത്ത പറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. ഉടനുണ്ട്, വന്നില്ല പറ്റാനെത്തി. ട്രാക്ക് എടുക്കലുണ്ട്. എന്നതാണോ എന്തോ. പോയിട്ടില്ല. മുഴുത്ത പറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. പൊങ്ങി വാ. I want to see your face. എൻ്റെ ചെറിയ കാളാഞ്ചി, കുഞ്ഞു കാളാഞ്ചി. പോട്ടെ. പതിയെ വന്നാ മതി. നമുക്ക് രണ്ടാമത്തെ എത്ര കാളാഞ്ചി അടിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര മരുന്നില്ല, ചെറുതാണ്. ഞാൻ ട്രാഗ് യൂസ് ചെയ്തില്ല. പോട്ടെ, അത്ര ഓവർ സൈസൊന്നുമില്ല. എൻ്റെ പൊന്നും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അടുത്ത മീൻ മേടിച്ച്. ഞാൻ ഏകദേശം അടുത്തിട്ട് പോകാൻ പോയില്ല. എല്ലാം അടുത്തിട്ട് പോകുമ്പോൾ മേടിക്കണത്. കമോൺ ബോയ്. നല്ല പൂക്കാണ്. എനിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല പോകാനായിട്ട്. ഓരിങ്ങോട്ട് ഇട്ടുപോലെ ഒരുപാട് ചെറുതൊന്നും അല്ല കേട്ടോ.
തീരെ ചെറുതൊന്നും അല്ല. പൊളി 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 പൊളി. നോ ബോയ്. നോ. എൻ്റെ കത്രിക പൂട്ടാണ് എനിക്ക്. നിനക്ക് രക്ഷയില്ല ഞാൻ ഇതോടെ. അയ്യോ സാധനം എന്ത് കിപ്പറന്ത് എല്ലാ പ്രശ്നവും പോലെ ഞാൻ തന്നെ, വേറെ ആരുമില്ല. പറ്റക്ക് നമ്മൾ അതിന് കിപ്പറെടുക്കാൻ പോകുന്നു. മീൻ മലന്ന് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇങ്ങനെ പതി അടുപ്പിക്കുക. പോന്നോളൂ ഇങ്ങോട്ട്. മലന്ന് കഴിയുമ്പോൾ അടുപ്പിച്ചാൽ മതി. വേറെ സീനൊന്നുമില്ല. എന്താ അടിക്കാത്തെന്ന് ആലോചിച്ചിരിക്കുന്നു. ഇതുപോലത്തെ ഇതിലും വലിയ എന്തോ ജീവി അവിടെ ചാടിയ നെറ്റ് മുമ്പ്. ഇത് തന്നെയാണെന്ന് അറിയാൻ പാടില്ല. എന്താണ്ട് ചാടിയായിരുന്നു അവിടെ. ഇങ്ങനെ എടുക്കും. ഇതാണ് ആളില്ലെങ്കിലുള്ള പ്രശ്നം. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങോട്ട്. ആ പണിയർമാവും ഞാനോ ചുണ്ടേന്ന് പിള്ളേരും. അയ്യോ യെസ് പോണ. ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പറട്ടെ എങ്ങും പോകണോ? ആ പതിയെ ചുണ്ടേന്ന് ഓടിക്കരുന്നുണ്ട്. യെസ് അങ്ങനെ നമ്മുടെ എത്രാമത്തെയോ കാളാഞ്ചി. ഇതെല്ലാം ഒരു മീഡിയം സൈസാണ്. ഇങ്ങനെ ഒരു 4-5 കിലോ ഉണ്ടാവും തോന്നുന്നു. ഒരേ പൊളി. എന്തായാലും വന്നത് വെറുതെ ആയില്ല. കട്ട് ചെയ്തിട്ട് ഞാൻ ഇനി സ്പെസിഫിക്കേഷനൊക്കെ പറയാം ഇതിൻ്റെ. ഓക്കെ ഗൈസ്, കാളാഞ്ചി വീണ്ടും കാളാഞ്ചി. ഇത് എത്രാമത്തേന്ന് എനിക്കറിയാൻ പാടില്ല. നമ്പറൊന്നും ഞാൻ പറയാനുള്ള കൊണ്ടിട്ട്. ആ അടിച്ച് ആ വരാ. നമുക്ക് ഇത് ഒരുപാട് സൈസൊന്നും ഇല്ല കേട്ടോ. മാക്സിമം പാക്കേജ് ഒരു 4-5 കിലോയ്ക്ക് കാണത്തുള്ളൂ. പക്ഷെ കാണുമ്പോൾ ഒരു സൈസുള്ള പോലെ തോന്നല്ലേ? വീഡിയോയിൽ നല്ല സൈസ് ഉണ്ട്. ഇതിന് പറയത്തൊക്കെ പല്ലും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു പാഡ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ടെലസ്കോപ്പിക് ആയാലും ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുകയാണ് എൻ്റെ പ്രൈനെയൊക്കെ. അങ്ങനെയാണ് ലൂറിനെ സക്ക് ചെയ്തെടുത്തത്. ലൂറ് ഞാൻ വട്ടം കയറിയിരിക്കുക. ഞാൻ മറ്റേ വീഡിയോ അത് കാണിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് പൊക്കത്തായിട്ടൊരു ഫിൻ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഷാർപ്പാണ്. ഇത് എപ്പോഴും എൻ്റെ കൈ കൊണ്ട് മുറിയാറുണ്ടത്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടില്ല. ഇപ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മിക്കപ്പോൾ പിടിക്കുമ്പോൾ ഈ സാധനം കൊണ്ട് മുറിയും കൈ. ഭയങ്കര ഷാർപ്പാണ് ഈ സാധനം. നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്തെപ്പോഴും ഇത് കൊണ്ട് മുറിയണം. നമ്മൾ കട്ട് ചെയ്യല്ലേ ആ സമയത്ത് ഇവിടെ ഞാൻ സൈഡ് ലൈറ്റ് പോയി വന്നുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ കട്ട് ചെയ്തേക്കാണ്. ഓക്കെ സ്റ്റേ ട്യൂൺഡ്. ആടാ ഒരു തട. എൻ്റെ അമ്മ പൊളി സാധനം. അതോടെ കിടക്കട്ടെ. ക്യാമറ ഇട്ട് പെട്ടെന്ന് കളിക്കല്ലേ. ഫസ്റ്റ് വിടും. ഓക്കെ ഗൈസ്, നമുക്കൊരു മീൻ വെച്ചിട്ടുണ്ട്. ക്യാമറ വെള്ളത്തിൽ കളയല്ലേ. ഓക്കെ ഗൈസ്, സൈസ് മീൻ പോകാതിരുന്നാൽ മതിയായിരുന്നു വിട്ട്. ചാടി എപ്പോൾ എടുത്തണം കേട്ടോ. റെക്കോർഡിങ്ങാണോ? റെക്കോർഡിങ്ങൊക്കെ വെച്ചു. കട്ട് ചെയ്തല്ലേ വേണ്ടെങ്കിൽ. കമോൺ ബോയ്. ഒല്ലപ്പെടുത്തും പിടിക്കുന്നുണ്ട്. ഇന്ന് കാളാഞ്ചിയല്ല എന്തായാലും. വേറെന്താ ഉണ്ടാക്കിയാണ്. എൻ്റെ അമ്മ പറ്റ ഫൗള് കയറിയേക്കണം അവിടെ. ഇതാണ് ഈ കിടന്ന് വലിയ പിടിച്ചത്. റോഡ് നിൽക്കണേക്ക് ഇവിടെ ബുണ്ണം പറ്റ. വാടാ, ഇതിന് ഇത്ര റാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ അമ്മ ഈ സൈസിന് എന്ത് ഫൈറ്റാണത്. യെസ്, അങ്ങനെ അടുത്ത വറ്റടിച്ചിട്ട് ഇത് കുറച്ച് സൈസ് പറ്റിയാണ്.
ആദ്യം അടിച്ച പോലത്തെ ചെറിയ ജി ടി അല്ല, ഇതാണ് ശരിക്കും ജി ടി, ജൈൻറ്റ് ട്രിവാലി. അടിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ അന്നേരമൊക്കെ ഇന്ന് എറിഞ്ഞ് നോക്കിയായിരുന്നു ഇവരെ അടിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം തന്നെ അടിക്കുമെന്നാണ് പറയണ സാധാരണ, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇത് അടിച്ചിട്ടില്ല കേട്ടോ. ഒറ്റ അടിച്ചാൽ ഒറ്റ അടിക്കുക, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒടുക്കത്തെ വെയിറ്റ് ഞങ്ങൾ ഏത് ബൊണ്ണം പിന്നെ നിർത്ത് വലിച്ച് കെട്ടിയത്. ഈ സൈറ്റിൽ നിന്ന് കാളാഞ്ചിൻ്റെ വരി വലിച്ച് കിടന്നത്. ഇതിന് ചെറിയൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് വലുതാകുമ്പോൾ കളർ മാറുന്ന എനിക്ക് തോന്നുന്നത്. കുഞ്ഞിന് പ്യുവർ വൈറ്റ് കളറായിട്ടുണ്ട്, പെല്ലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ടെലസ്കോപ്പിക് മൗത്താണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പിടുത്തം എന്ന് പറയാനുണ്ട്. പിന്നെ ഇവിടെ വെച്ചിട്ട് ഇളക്കിയൊക്കെ ചെയ്യുന്നത്. അയ്യോ പഫർ ഫിഷ്, കളയണ്ട വീഡിയോകളാണ്. എന്താ വെള്ളം കുടിച്ചത്? ആ പിടിക്കാം വീഡിയോ പഫർ ഫിഷ് സൈസ് നോക്കിയിട്ട് വീർപ്പിച്ചിട്ട് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി. ഓക്കെ ഗൈസ്, നമുക്കൊരു പഫർ ഫിഷ് അടിച്ചു. അയ്യോ എൻ്റെ ലൂറിൻ്റെ സൈസും മീൻ്റെ സൈസും കൂടി നോക്കി, ലൂറിൻ്റെ അത്രയുണ്ട്. സാധനം അടിച്ചപ്പോൾ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ്, വീർത്ത് തന്നെ ഇരിക്കുകയാണ്, ചൊങ്ങണില്ല. ഉണ്ടോ പല്ലൊക്കെ ഉണ്ടോ? എടാ അത്രയും ക്ലോസ് ഫോക്കസ് ഔട്ടല്ലേ? പല്ലൊക്കെ ഉണ്ടോ? സെയിം പല്ലാണ്. ഈ സാധനം എന്നാ കൊടുത്താലും കടിച്ച് മുറിച്ചു കളയാം. നമുക്കൊരു ഇല പല്ലം കൊടുത്ത് നോക്കാം. ഇല്ല, ചെമ്മീൻ കിടപ്പുണ്ട് ഇവിടെ. കടി ഇപ്പം അതിന് വിശപ്പില്ലാത്തതുകൊണ്ട് കേട്ടോ, കാരണം പള്ളക്കൊരു ഹുക്കിരിക്കുന്ന കൊണ്ടാണ്. നല്ല ഷാർപ്പ് പല്ലാണ്, എലിയുടെ പോലത്തെ പല്ലാണ്. ഓ എയർ പോകാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ അവിടെ ചൊങ്ങുന്ന തോന്നുന്നത് എനിക്ക് കിട്ടില്ല സാധനം. ഇങ്ങനെ അങ്ങനെ ഹുക്കിരിക്കുന്നുണ്ട്. കാളാഞ്ച ചേട്ടായി കട്ടെന്ന് കഴിക്കുവോ? ലൈൻ തീർന്നു പോവാ. ചുണ്ടി അല്ലെ കത്തി ഇത് ബാഗിൽ നിന്ന് കത്തിയിട്. പ്ലെയർ കട്ടിച്ചിടാം. പോകൂല മീൻ കയറുന്നു തോന്നുള്ള. ഇവിടെ ഇതിനകത്ത് ഫസ്റ്റ് ടൈം വിട്. റോഡ് ചോട്ടാ, റോഡ് ചോ ഇവിടല്ലേ ഉടക്കിയോ? ഉടക്കം കുറേ പോയത്. എന്ത് കാണിച്ചു ചേട്ടൻ വെള്ളം പിടിച്ചു. മീനുണ്ടല്ലോ, പുറത്തേക്ക് റെക്കോർഡിംഗ് ആണോ ഇത്? റെക്കോർഡിംഗ് ആണോ മണ്ട? ആ കുഴപ്പമില്ല, റെക്കോർഡിംഗ് ആണല്ലേ? ആ അതെ. ചേട്ടൻ ഫോൺ കൊടുത്ത് ബാറ്ററി ചാർജ് കുറവായിട്ട്. ചേട്ടാ ഐഫോൺ കയ്യില്ലേ? പുറത്തേക്ക് നിർത്തല്ലേ. ലൈൻ ഉടക്കൂല്ലേ ചേട്ടാ? അയ്യോ ഫ്രണ്ട് ഉടക്കിയിട്ടുണ്ട്. എടുക്കാൻ പാടാത്. ആ അവിടെ തന്നെ ഇവന് കാടിൻ്റെ ഇടയ്ക്ക് ഇരിക്കണേ ഇവൻ. ആ പോയി. ഇല്ല പോയിട്ടില്ല. മീനുണ്ട്. വള്ളം മീനെ നേരെ പിടി. ആ ചെണ്ടേ കൊടു. വീഡിയോ എടുത്താൽ മതി. സൈസിൽ മീൻ അടിച്ചിട്ടുണ്ട്. ഗ്രിപ്പർ ബാഗിലുണ്ട്, കുഴപ്പമില്ല. പൊങ്ങട്ടെ നീ പുറത്ത് പോകുന്നേ വലിയ ചേട്ടൻ ഭാഗ്യമുണ്ട് സാറോടെ മീൻ അടിക്കാറില്ല. അങ്ങനെ 2 ദിവസം ഇടന്നു പിടിച്ചിട്ടില്ല. എടുക്കും കുന്നി പേർന്ന് പോരായിരുന്നാ മതിയായിരുന്നു. മീനുണ്ട്. പൊങ്ങി വന്നില്ല. പക്ഷെ കാളാഞ്ചി തന്നെയാണോ ഇത്? പോലെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ചേട്ടാ ഫ്രണ്ട് കിടക്കണം നോക്കണേ. ബാക്ക് എടുക്കില്ലേ. മീൻ്റെ പൊമ്പ പോയാൽ മതി. ഇത്ര വലിയ കായലല്ലേ, തിരിയണില്ലേ? പൊങ്ങി വാ. അത് കുഴപ്പമില്ല. മീനെടുക്കാം.
നല്ല കുത്തുണ്ട്. റെക്കോർഡിംഗ് ആണല്ലേ? ഇത് റെക്കോർഡിംഗ് അല്ലേ? ഇത് പോകുമോ? ചാർജ് ഇല്ല. തെളിയണ നോക്കിയാലും ഉണ്ടോ ഉടക്കിയാ? ആ തുമ്പത്തെ സാധനം കെട്ടി വെച്ചിട്ടുണ്ട് കയറി കേട്ടോ, അത് ഉടക്കും പോയി. ഇത് ഓവർ സൈസ് ഒന്നുമില്ല, പിന്നെ വരാത്ത എന്താണ്? ഓ ആ ചരിച്ചു മീൻ വലിക്കുന്ന സൈഡിലേക്ക് നേരെ ഇട്ടോണം. മനസ്സിലായോ? നമ്മൾ ഇനി വട്ടയിടരുത്, മീൻ വലിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഇട്ടാൽ മതി. ഇപ്പുറത്തോ ഇപ്പുറത്ത് ഫ്രണ്ടോടാ. ആ അത് തന്നെ. ഓ പൊന്നെ, നല്ല കുത്തുണ്ട്. പേടിക്കട്ടെ. ഞാൻ കണ്ട് കളഞ്ഞേ മലന്ന് ഇത് എവിടെയാ കേറിയേക്കണം? എടാ മറ്റേ കേറിയിട്ടില്ലടാ, കൊളുത്ത് മറ്റേ അടിയിലെങ്ങാണ്ടാ ഉടക്കിയേക്കണം. ഇത് വായിലല്ലടാ കേറിയത്. തേങ്ങ കയ്യില് വള്ളിയിലിട്. ആ കരിക്കോ? കളിക്കരുതും വാതറക്കുള്ള കേറ്റ് ജസ്റ്റ് എങ്ങനെയെങ്കിലും. ആ അത് തന്നെ, അത്ര കാര്യമുള്ളു. ആദ്യം പിടിച്ചിട്ടില്ല, പക്ഷെ സെറ്റ് സാധനം. ഇല്ല ഇപ്പോഴത്തെ ഇതിങ്ങനെ എടുത്തത്. അങ്ങനെ എടുക്കല്ലോ. എവിടെ എടുത്ത മൊത്തത്തിൽ എടുത്തായിരുന്നു, നമ്മൾ എടുക്കണം കണ്ടായിരുന്നു. അതൊക്കെ ചരിച്ചെടുത്തേക്കണം. എവിടെയായിരുന്നു? എന്തൊക്കെയാ വിശേഷം? റെക്കോർഡിംഗ് അല്ലടാ, നിന്റെ റെക്കോർഡിംഗ് അല്ലേ? അത് ചത്തന്നോ സീൻ സാധനം. ഇതൊക്കെ കണ്ട, രണ്ട് സൈഡിലായിട്ടാ കയറിയേക്കണ. അത് കാരണം മീനിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മീൻ മലന്ന് മേളിലേക്ക് വരിക. വായിലാണ് കയറിയാൽ കുറച്ചുകൂടി പ്രതീക്ഷ ഉണ്ട്, പക്ഷെ എന്നാലും കൊളുത്ത് നിവർത്തി കളയും. പക്ഷെ ഇത് രണ്ട് ഹൂക്ക് കയറിയിട്ടുണ്ട്, ഫ്രണ്ടിലെയും ബാക്കിലെയും കയറിയിട്ടുണ്ട്. മൂന്നാമത്തെ കാളാഞ്ചി പിടിച്ച് കൂട്ടിയൊരു കാളാഞ്ചി. ഇപ്പൊ നമുക്ക് അടിച്ചത് ഒരു ഹവാസിന്റെ ദീലൂറിലാട്ടം. സാറിന് അടിക്കേണ്ട ഊറല്ല. ആ സാറിന് സെയിം കളറാണ്, സെയിം ഡിസൈനാണ്, പക്ഷേ വേറെ കളറാണ് ഇതിലൂറിൽ അടിച്ചത്. ഇതിപ്പോൾ ഇപ്പോട്ട് ഒരു 7 കിലോ ഉണ്ടാവുമല്ലേ? എത്ര കറക്റ്റ് അറിയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നോക്കി നോക്കിയിട്ടില്ല. ഇതോട്ട് 7 കിലോ ഉണ്ടാവും പിടിച്ചിട്ട് വാങ്ങുന്നത്. നമ്മൾ ആദ്യം പിടിച്ചിട്ട് സൈസ് ഇല്ല, അതിൻ്റെ പകുതിയുള്ളൂ. പക്ഷേ കിലോ ഫൈറ്റ് ആയിരുന്നു. ഞങ്ങൾ കുറേ ഓടിച്ചൊക്കെ എടുത്തത്. രണ്ടാമത് പിടിച്ചത് വള്ളം കുറേ ഓടിച്ചത്, കുറേ ഒരു 1/2 കിലോമീറ്റർ ഓടിച്ചിട്ട് ഞങ്ങൾ എടുത്തത് നൈസായിട്ട്. നോക്കി സൈസൊക്കെ നോക്കി പക്ക ഹുക്കപ്പായിരുന്നു കേട്ടോ. ഹുക്കപ്പൊക്കെ ഒരു വിഷയമില്ലായിരുന്നു. ഹുക്ക് നിറന്ന് പോയി. അത് എപ്പോഴും അങ്ങനെ മീൻ അടിച്ചുമ്പോൾ ഹുക്ക് നിറന്ന് പോകും, പക്ഷേ കയറി പോകുന്നു. ബാക്കി 2 ഹുക്കിൽ കയറി പോകുന്നു മീൻ. അതൊക്കെ കണ്ടു മീൻ മനസ്സിൽ മലന്നപ്പോൾ തന്നെ നൈസായിട്ട് ഗ്രിപ്പിട്ട് എടുക്കാൻ പറ്റും എനിക്ക്. നല്ല സൈസ് കാളാഞ്ചി. മീനിന്റെ വായിൽ ഗ്രിപ്പർ ഇടാൻ പാടായിരുന്നു. സംഭവം ഇവിടെ ഈ 2 സൈഡില്ലേ, ഇവിടെയും ഈ ചെകളയുടെ ഇവിടെയും അപ്പുറത്തെ ചെകളയിലും കൂടിയാണ് ഹുക്ക് കയറിയത്. അതുകൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചേക്കും. ഇപ്പം വായ അടച്ചു പിടിച്ചേക്കായിരുന്നു, പാടായിരുന്നു. അവസാനം തുറന്ന് കയറ്റി. കുറേ ആയിട്ട് മീൻ അടിക്കാനുള്ളായിരുന്നു. ലാസ്റ്റ് ഒക്കെ അടിച്ച് കൊമ്പൻ തന്നെ അടിച്ച്. ശരിക്കും കാളാഞ്ചി എന്ന് പറഞ്ഞാൽ പലരുടെയും ഡ്രീം ഫിഷാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇതാണ് കാളാഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ പിടിക്കണം എന്നാണ് ഭയങ്കര. ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ആദ്യം കിട്ടിയപ്പോൾ പറഞ്ഞാൽ മിസ്സായി പോയി. അത് കഴിഞ്ഞ് പിന്നെ അടിച്ച് എല്ലാം കയറി കേട്ടോ. എന്താ ഭയങ്കര ലക്കടിച്ചുകൾ, ലക്കിയാണെന്ന് മാത്രമേ പറയുള്ളൂ, കഴിവൊന്നുണ്ടെന്ന് തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇതിന് ഇനി കുക്കിംഗ് ആയിരിക്കും പരിപാടി. ഒക്കെ നേരെ കബഡി കണ്ടിന്യൂ ചെയ്യും, കട്ട് ചെയ്യാം എന്തെങ്കിലും ചെയ്തു. അതായത് അപ്പോൾ നമുക്ക് നേരെ ഇതിന് ഇനി കുക്കിംഗ് ആയിരിക്കും പരിപാടി. ഒക്കെ നേരെ കബഡി കണ്ടിന്യൂ ചെയ്യും. അതെ, നമ്മൾ എല്ലാ ദിവസവും ഒന്നെങ്കിൽ കാളാഞ്ചിയിലെ ചെമ്പിലേക്ക് കിട്ടാൻ നേരത്ത് ഒന്നെങ്കിൽ വറുക്കേ അല്ലെങ്കിൽ നമ്മൾ നൈസായിട്ടൊന്ന് ഗ്രില്ലടിക്കാണ് പതിവ്. നമുക്കൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കാം മീനൊന്ന്. മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഉപ്പും മുളകും മഞ്ഞപ്പൊടി സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ.
ജസ്റ്റ് ഇട്ടേക്കാം. മീനിൻ്റെ മേത്തങ്ങോട്ട് ഫുള്ളങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചേക്കാം കേട്ടോ. ഇതിനകത്തൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നല്ലവണ്ണം തേച്ചങ്ങ് പിടിപ്പിക്കാം. കൈ കീറിയ ഓക്കെ സെറ്റ്. ഇപ്രാവശ്യം മസാല മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്ന മസാല നമ്മൾ തിരിച്ചു കൊടുക്കുക ചെയ്തു. ബാലൻസ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു അരമണിക്കൂറോളം റെസ്റ്റിന് വെച്ചേക്കാം. അതാകുമ്പോഴത്തേക്കും നല്ലോണം മസാല പിടിക്കും. അതിന് ശേഷം ബാക്കി നമുക്ക് പരിപാടി ചെയ്യാം. അത് ശരി. എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതിൽ ഇത്രയും വലിയ പാത്രം ആയതുകൊണ്ടേ ആയിട്ടോ. അപ്പോൾ ഓക്കെ നമുക്ക് മീനങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പുറത്തെടുത്താൽ മതി. ഒരുപാട് വെച്ചിട്ടൊന്നും വേണ്ട. ചെറിയൊരു മണം മനസ്സിലായി. കണ്ണ അവിടെ ഓഫ് ചെയ്ത എങ്ങനെ പൊക്കി എടുക്കുന്നു? ഞാൻ ടാസ്ക് പിടിച്ചോളൂ. ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് അത് തിരിച്ച് അതേപോലെ തന്നെ കൊണ്ട് വെക്കാമോ? നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. കറിവേപ്പില ഏറ്റവും അവസാനം ഇടാം. നമുക്ക് ആകെ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഇത്തിരി ഇത് കുറച്ചാണ്. ഇല്ല കെട്ടു വേണം. നോക്കിട്ടോ. കറിവേപ്പില സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കളക്കെ മഞ്ഞപ്പൊടി ശരിയാണ്. ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ. മറിക്കും തേങ്ങാപ്പാൽ, അതിൽ ഉപ്പുണ്ടാന്ന് ആദ്യം ഒന്ന് നോക്കണം കേട്ടോ. പഠിക്കാം. അരവിലെ ഡാർക്ക് സീനാണ്. ഇതായൊരു സാധനം മനസ്സിലായ? എടുക്കൊന്നുമില്ല. അവസാന പൊടിക്ക് മല്ലിയില ഇച്ചിട്ട് കൊടുക്കാം. നല്ല വീത് വട്ടിക്ക് കൊടുക്കാൻ. ആ ചാറും കോരി എടുത്തോളാം. ആ എണ്ണയും കോരി എടുത്തോളാം. ഇതിന്റെ വായിക്കാം. ക്യാമറ കഴിച്ചു നോക്കണം. ഒരു രക്ഷയില്ല. നല്ല 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 പുട്ട് പോലെ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. വേറെന്താ പറയുന്നത്? എത്രയും മതി.
അല്ല ടേസ്റ്റ് നന്നായിട്ടുണ്ട് വീട്ടിൽ വെക്കണ പോലെ തന്നെയുണ്ട്. പാടത്ത് വെച്ച പോലെ